So, good morning guys. ഇന്ന് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിരുന്ന സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ റിമൈനിങ് പാർട്സ് ആൻഡ് ടോപ്പിക്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സീക്വൻസ് ആൻഡ് സീരീസ് നമ്മൾ എ എം എന്താ ജി എം എന്താന്നൊക്കെ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്താണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. സോ നെക്സ്റ്റ് ടോപ്പിക് geometric mean. The geometric mean of two positive numbers a and b is the number root ab. രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ഇവരുടെ ജോമെട്രിക് മീൻ ജി എം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ ബി. രണ്ട് നമ്പേഴ്സിന്റെ ജി എം കാണാൻ എന്ത് ചെയ്താൽ മതി, രണ്ട് വേണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കുക, അതിന്റെ റൂട്ട് എടുക്കുക, റൂട്ട് ഓഫ് എ ബി. ഇത് ഏതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും? നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എ പി ഉണ്ടല്ലോ, രണ്ട് നമ്പേഴ്സ് ഉണ്ട് എ ആൻഡ് ബി, ഇവരുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്തായിരിക്കണം? എ പ്ലസ് ബി ബൈ ടു അല്ലേ, എ പ്ലസ് ബി ബൈ ടു നമ്മൾ ഓൾറെഡി 10th ക്ലാസ്സിൽ പഠിച്ചാണല്ലോ. സോ സിമിലർലി എ ബി എന്നുള്ള രണ്ട് നമ്പേഴ്സ് ജി പിയിലാണെങ്കിൽ അവരുടെ ജോമെട്രിക് മീൻ എന്തായിരിക്കും? റൂട്ട് ഓഫ് എ ബി ആയിരിക്കും. ഈ റിലേഷൻ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം, ഒന്ന് നോട്ട് ചെയ്തെടുത്തോ. ദെൻ നമ്മൾ ഇതിന്റെ പ്രോബ്ലംസും കാര്യങ്ങളോട്ടും പോവാണ്. ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇൻസേർട്ട് 3 നമ്പേഴ്സ് between 1 and 256 so that the resulting sequence is AGP. 1 ഉണ്ട്, 256 ഉണ്ട്. ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യണം? എനിക്ക് 3 നമ്പേഴ്സ് ഇൻസേർട്ട് 3 നമ്പേഴ്സ്, 3 നമ്പേഴ്സ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ടെടുത്തിട്ട് ശേഷം കിട്ടുന്ന സീക്വൻസ് എന്തായിരിക്കണം? അത് ജി പിയിലായിരിക്കണം. സോ ഞാൻ ഇവിടെ 3 നമ്പേഴ്സ് ഇട്ട് കൊടുക്കുകയാണ്, G1, G2, G3. അങ്ങനെ 3 നമ്പേഴ്സ് ഞാൻ ഇട്ടെടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ സീരീസ് എന്തിലായിരിക്കണം എന്നാണ് പറഞ്ഞത്? ജി പിയിലായിരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ജി പിയിലാവണമെങ്കിൽ ഈ 3 നമ്പേഴ്സ് ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ നോക്കിയാൽ നമ്മുടെ ജി പിന്റെ ജനറൽ സീക്വൻസ് സീരീസ് എന്താ? സോ എ ആർ സ്ക്വയർ, എ ആർ ക്യൂബ്, എ ആർ റൈസ് ടു 4 ആണല്ലോ. നമുക്ക് ഓൾറെഡി അറിയാം ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം എന്തായിരിക്കും? എ ആർ റൈസ് ടു 4. എ ആർ റൈസ് ടു 4 എന്താ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്? 256 ആണ് തന്നിട്ടുണ്ടല്ലോ, എ ആർ റൈസ് ടു 4. ഇവിടെ എ എന്താടാ? ഫസ്റ്റ് ടേം എ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 into r raised to 4 equal to 256. സോ r raised to 4 equal to 256. ഏത് നമ്പറിന്റെ ഫോർത്ത് പവർ ആടാ? 256. 4ന്റെ ഫോർത്ത് പവർ എന്താടാ? 4 4s are 16, 16 4s are 64, 16 4 4s are 256. സോ r എന്തായിരിക്കണം? 4. ക്ലിയർ ആണോ? സോ നമുക്ക് 6 4 എന്താണ്? 6 എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ അല്ലേ. ഒരു ജി പിയുടെ എ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം ആണ്, 6 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കോമൺ റേഷ്യോ ആയിരിക്കും. ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്, നമുക്ക് ഓൾറെഡി അറിയാം, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 6 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? r ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇനി എന്താടാ G1? G1 എത്രാമത്തെ ടേമാണ്? എ ആറിന്റെ ടേമാണ്. സോ G1 ഈക്വൽ ടു എ ആർ ഈക്വൽ ടു 1 into 4. സോ G1 ഈക്വൽ ടു 4. G2 എന്താടാ? G2 എ ആർ സ്ക്വയർ അല്ലേ. സോ G2 ഈക്വൽ ടു എ ആർ സ്ക്വയർ. സോ 1 into 4 സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ 4 ആണ്, നമ്മുടെ ഓൾറെഡി കിട്ടിയല്ലോ. സോ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 60. സോ G3 എന്തായിരിക്കണം? എ ആർ ക്യൂബ് അല്ലേ, എ ആർ ക്യൂബ്. സോ എ ഈക്വൽ ടു 1, ആർ ഈക്വൽ ടു 2. സോ 2 ക്യൂബ്. സോ 2 എ ആർ ഈക്വൽ ടു 4. സോ 4 ക്യൂബ്. 4 4s are 16, 16 4s are 64. സോ G1 കിട്ടി, G2 കിട്ടി, G3 കിട്ടി. സോ നമ്മളുടെ സീരീസ് എങ്ങനെയായിട്ട് മാറണം? ഫസ്റ്റ് ടേം 1 ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. സെക്കൻഡ് ടേം ഇവിടെ 4 ആണ് കിട്ടിയത്. സോ 4. തേർഡ് ടേം നമുക്ക് കിട്ടിയത് 16 ആണ്. ഫോർത്ത് ടേം കിട്ടിയത് നമുക്ക് 64 ആണ്. ഫിഫ്ത്ത് ടേം ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്, ദാറ്റ് ഈസ് 256. സോ ഇതായിരിക്കും എന്ത് പുതിയ കിട്ടുന്ന സീക്വൻസ്, ജി പി ആയിട്ടുള്ള സീക്വൻസ്. നമ്മുടെ ഇൻസേർട്ട് ചെയ്ത 3 നമ്പേഴ്സ് ഏതൊക്കെ? 4, 16, 64. നമ്മുടെ എന്താ പറഞ്ഞത്? ഇൻസേർട്ട് 3 നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 256. നമ്മൾ 3 നമ്പർ എന്ത് ചെയ്തു? ഇൻസേർട്ട് ചെയ്തു. ഇതിൽ എന്തെങ്കിലും പണിയുണ്ടോ? ഒരു പണിയല്ല. കാരണം എ ആർ റൈസ് ടു 4 എന്താ നമുക്കറിയാം, 256 ആണ്. 6 കാണുന്നു, എ ഓൾറെഡി ഉണ്ട്. നമുക്ക് ജനറൽ സീക്വൻസ് നമുക്കറിയാം, എ ആർ സ്ക്വയർ, എ ആർ ക്യൂബ്, എ ആർ റൈസ് ടു 4 ആണ്. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് 3 നമ്പേഴ്സ് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോടാ? ക്ലിയർ ആണെങ്കിൽ നോട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയി. സോ നെക്സ്റ്റ് വൺ എന്താ തന്നിട്ടുള്ളത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ എം ആൻഡ് ജി എം. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ, എ എമ്മും ജി എമ്മും നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചത്. രണ്ട് നമ്പേഴ്സ് ഉണ്ട്, എ ആൻഡ് ബി. ഇവരുടെ അരിത്തമെറ്റിക് മീൻ എന്തായിരിക്കും? എ പ്ലസ് ബി ബൈ 2. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ സാധനം എ പ്ലസ് ബി ബൈ 2. സിമിലർലി ജി എം എന്തായിരിക്കും? റൂട്ട് ഓഫ് എ ബി.
ഓൾറെഡി പറഞ്ഞ സാധനങ്ങളാണ്. ഇതിന്റെ രണ്ടിന്റെ റിലേഷൻസ് തമ്മിൽ പഠിച്ചു വെക്കുക. രണ്ട് നമ്പേഴ്സ് എയും ബിയും ഉണ്ടെങ്കിൽ അരിത്തമെറ്റിക് മീൻ എന്തായിരിക്കും? a+b/2 ആയിരിക്കും. ജോമെട്രിക് മീൻ എന്തായിരിക്കും? √ab ആയിരിക്കും. ഇനി നമ്മൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസിലോട്ടാണ് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുള്ള പ്രോബ്ലം ഇഫ് am ആൻഡ് gm. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ടോപ്പിക് എന്താണ്? am എന്ന് പറയുമ്പോൾ a+b/2 ആണ്. ദെൻ am ആൻഡ് gm നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്? gm ഈക്വൽ ടു √ab ആണ്. രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ പറഞ്ഞത്. ഇഫ് am ആൻഡ് gm ഓഫ് ടു നമ്പേഴ്സ്, ഈ രണ്ട് നമ്പേഴ്സ് നമ്മൾ ഏതൊക്കെ ആയിട്ട് എടുത്തത്? a ആൻഡ് b ആക്കി എടുത്തത്. ആർ 10 ആൻഡ് 8. am എന്ന് പറഞ്ഞാൽ എന്താ തന്നിട്ടുണ്ട്? 10 ആണ് തന്നിട്ടുണ്ട്. gm എന്ന് പറഞ്ഞാൽ എന്താ തന്നിട്ടുണ്ട്? 8 ആണ് തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? സോ a+b എന്ന് പറഞ്ഞാൽ എന്താ തന്നിട്ടുണ്ട്? 20. ഈ 2നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ 10 × 2 20. √ab എന്താ തന്നിട്ടുണ്ടോ? 8 ആണ് തന്നിട്ടുണ്ട്. സോ ab എന്തായിരിക്കും? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ 64 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടുന്ന അതേ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തുമ്പോൾ എന്ത് കിട്ടുന്നത്? 64 കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഏതൊക്കെയായിരിക്കും രണ്ട് നമ്പേഴ്സും? ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കിട്ടുന്നത് 16 + 4 എന്താണ്? 20 ആണ്. അതേ 16 × 4 എന്താണ്? 64 ആണ്. സോ ആ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? എ ബിയും ഓൾറെഡി ചെയ്യുന്നത് എയും ബി രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ 20 കിട്ടുന്ന അതേ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ 64 കിട്ടും. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഏതായിരിക്കും? ഒന്ന് 20 ആയിരിക്കും, ഒന്ന് 64 ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? x² ഇത് രണ്ട് നമ്പേഴ്സ് എന്താണ്? ആൽഫയും ബീറ്റയും. നമ്മൾ പറയുന്നുണ്ടല്ലോ റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രണ്ട് റൂട്ട്സ് ആഡ് നമ്മൾ എങ്ങനെ ചെയ്താൽ പറ്റുള്ള? a+b × x + ab. സോ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? x² + 20x + 64 = 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ? എക്സിന് രണ്ട് വാല്യൂസ് കിട്ടും, 16 4. സോ ഇവിടെ ആരായിരിക്കും? a = 16 or 4. സോ ബിന്റെ വാല്യൂ എന്തായിരിക്കും? 4 or 16. ഇതായിരിക്കും രണ്ട് നമ്പേഴ്സ് 16 ഉം 4. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ലോജിക് വെച്ചിട്ട് പറയാൻ പറ്റും. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടുന്ന അതേ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 64 കിട്ടുന്ന അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സേ ഉള്ളൂ. ഒന്ന് 16 ഉം ഒന്ന് 4 ഉം. ഓക്കെ, ക്ലിയർ ആണല്ലോ? രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആൻസർ ഇവിടെ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ആൽഫയും ബീറ്റയും രണ്ട് റൂട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് റൂട്ട് ആഡ് ചെയ്യുന്നതിന്റെയും മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെയും ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതാൻ പറ്റും. സോ x² + a+b × x + ab. ഇവിടെ ആൽഫക്കും ബീറ്റയ്ക്കും എ ബിയും ബിയും ആണ്. സോ a+b നമുക്ക് എന്താ അറിയാം? 20 അറിയാം. എ ബി എന്താ അറിയാം? 64 അറിയാം. സോ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് രണ്ട് വാല്യൂസ് കിട്ടുമല്ലോ, 16 ഉം 4. ഓക്കെ, ക്ലിയർ ആണല്ലോ? So next we are going to next question. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? Find the 20th and nth term of the GP 5/2, 5/4, 5/8, etc. GP തന്നിട്ടുണ്ട് എന്താണ്? 5/2, 5/4, 5/8, etc. GP എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മോട് കാണാൻ പറഞ്ഞത് 20th term and nth term. എന്താണ് ജനറൽ ടേം കാണാനുള്ളത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണല്ലോ. എന്താ ജനറൽ ടേം കാണാനുള്ളത്? a(r⁻n−1). ഇവിടെ a എന്താണ് തന്നിട്ടുള്ളത്? 5/2 അല്ലേ? എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ടേം അല്ലേ? ഇവിടെ ഫസ്റ്റത്തെ ടേം 5/2 അല്ലേ? സോ ഇവിടെ ആരാണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്? ഇവിടെ 1/2, ദെൻ 5/2. 5/2 കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/4 ആവുക, 1/2 മൾട്ടിപ്ലൈ ചെയ്യും. 5/4 ആണ് ഇവിടെ ആരാ? ഇൻറ്റു 1/2 ചെയ്തപ്പോഴാണ് 5/4 ആയത്. ഇൻറ്റു 1/2 ചെയ്യുമ്പോഴാണ് 5/8 ആയത്. സോ ഇവിടെ കോമൺ റേഷ്യോ ആയിട്ട് വരുന്നത് ആരാണ്? 1/2 (n−1). സോ ഇതായിരിക്കും എന്ത്? നമ്മളെ nth ടേം 5/2 × 1/2 (n−1). ഇനി നമ്മോട് കാണാൻ പറഞ്ഞ എന്താണ്? 20th ടേം a20 ആണ് നമ്മോട് കാണാൻ പറഞ്ഞത്. സോ a20 എങ്ങനെയാണ് കാണാം? എന്നിന്റെ അവിടെ കൊണ്ടുകൊടുത്താൽ മതി, 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ 5/2 × 1/2 (20−1). സോ ഇതെന്താ കൂടാ? 5/2 × 1 എന്ത് തന്നാലും എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഡിവൈഡഡ് ബൈ 2⁻19. സോ 2⁻19 × 2⁻19 × 2⁻1 എന്തായിരിക്കും? 5/2
ഓൾ റൈസ് ടു 20. ഇതാണ് എന്ത് 20ാമത്തെ ടേം ആയിട്ട് വരിക 5/2 റൈസ് ടു 20. കാരണം എന്താ 2 into 1 2 raised to 1 into 2 raised to 19 a raised to m into a raised to n, that is a raised to m plus n. So 19 plus 1 equal to 2 raised to 20. അങ്ങനെ നമുക്ക് ഇവിടെ എന്ത് കിട്ടി 2 raised to 20 കിട്ടി. സോ നമ്മൾ കാണാൻ പറഞ്ഞത് 20ാമത്തെ ടേം nth ടേം. nth ടേമിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. an equal to ar raised to n minus 1. So an equal to 5/2 all raised to 1/2 all raised to n minus 1. So ഇനി 20ാമത്തെ ടേം ആണ് കാരണം പറഞ്ഞത്. 20ാമത്തെ ടേം എന്തായിരിക്കണം? n ന്റെ അവിടെ എന്ത് ചെയ്താൽ മതി 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. So a20 equal to 5/2 raised to 20. അത് ക്ലിയർ ആണല്ലോ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So next question, find the 12th term of the GP whose 8th term is 192 and the common ratio is 2. നമ്മൾ കാണാൻ പറഞ്ഞത് 12th term, that is A12 ആണ് നമ്മൾ എന്ത് പറഞ്ഞത് കാണാൻ പറഞ്ഞത്. നമുക്ക് തന്നിട്ടുള്ളത് എന്താ? A8 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. A8 192 തന്നിട്ട്. എന്താണ് A8 എന്ന് പറഞ്ഞാൽ ജനറൽ ഇക്വേഷൻ എന്താ? AR raised to n minus 1 അല്ലേ? an equal to AR raised to n minus 1 അല്ലേ? ഇവിടെ n ന് 8 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? n equal to n ന് 8 കൊടുത്താൽ എന്ത് സംഭവിക്കണം? അതല്ല നമുക്ക് ഇവിടെ കിട്ടേണ്ട A8. സോ A8 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? AR raised to 7. സോ AR raised to 7 equal to 192. ഇനി find the 12th term of the GP whose 8th term is 192 and common ratio is 2. R നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താണ്? 2 ആണ്. 2 raised to 7 equal to 192. ക്ലിയർ ആണോ? സോ എന്താണ് 2 raised to 7 എന്ന് പറഞ്ഞാൽ? 2 2s are 4, 4 2s are 8, 8 2s are 16, 16 2s are 32, 32 2s are 64, 64 next 128. So A into 128 equal to 192. So A equal to 192 by 128. ഡിവൈഡ് ചെയ്ത് എന്താണ് കിട്ടുക? 192 divided by 128 ചെയ്ത് എന്ത് കിട്ടുക? 128. സോ 4 8 is 64. സോ നമുക്ക് എന്ത് കിട്ടുക? ഇത് 280 ഡിവൈഡ് ചെയ്താൽ 192 by 2 എന്ത് കിട്ടും? 190 പകുതി നമുക്ക് എന്താണ് കിട്ടുക? 192 by 2. A equal to 192 by 128, 64. നമുക്കിവിടെ എന്ത് കിട്ടും? 192 by 2 ചെയ്താൽ 8 2s are 16, 3 1 2 12. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? A കിട്ടും. A കിട്ടിയ ശേഷം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? A12 കാണും. A12 കാണാൻ എന്ത് ചെയ്താൽ മതി? AR raised to 11 ചെയ്തത്. സോ AR raised to 11 ചെയ്യുമ്പോൾ A നമുക്ക് ഇവിടുന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. R നമുക്കറിയാം 2 raised to 11. A ഇവിടുന്ന് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനൽ ആൻസർ എന്ത് ചെയ്യുക? ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യുന്നു. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? The 5th, 8th and 11th terms of GP are P, Q, S respectively. Show that Q square equal to PS. ഇവിടെ ഒരു ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ നമുക്ക് വാല്യൂസ് കാണാനായിരുന്നു. പക്ഷെ ഇവിടെ ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. Q square equal to PS ആണ് എന്ത് ചെയ്യണം? ഷോ ദാറ്റ് ചെയ്യണം. സോ 5th ടേം നമുക്ക് തന്നിട്ടുണ്ട് A5 എന്ന് പറഞ്ഞാൽ 5th ടേം എന്താന്ന് തന്നിട്ടുണ്ടോ? A5 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ P ആണ് തന്നിട്ടുള്ളത്. Then 8th ടേം എന്ന് പറയുമ്പോൾ Q ആണ് തന്നിട്ടുള്ളത്. സോ A8 equal to Q. 11th ടേം വരുമ്പോൾ എന്താ തന്നിട്ടുള്ളത്? S ആണ് തന്നിട്ടുള്ളത്. സോ A11 equal to S. എന്താണ് A5 എന്ന് പറഞ്ഞാൽ? AR raised to n minus 1 അല്ലേ? സോ AR raised to 4. Then എന്താണ് A8 എന്ന് പറഞ്ഞാൽ? AR raised to 7. Then എന്താണ് A raised to 11 എന്ന് പറയുമ്പോൾ? സോറി A11 എന്ന് പറയുമ്പോൾ AR raised to 10. സോ ഇതാണ് എന്ത്? പിയും ക്യൂവും എസും. എന്താണ് പി എന്ന് പറഞ്ഞാൽ AR raised to 4 ആണ്. Q എന്ന് പറയുമ്പോൾ AR raised to 7 ആണ്. S വരുമ്പോൾ AR raised to 8 ആണ്. നമ്മളോട് പറഞ്ഞത് എന്താ? ഷോ ദാറ്റ് Q square equal to PS.
എന്താണ് ക്യൂ സ്ക്വയർ? എ ആർ റൈസ് ടു 7 ഹോൾ സ്ക്വയർ അല്ലേ? സോ ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്, ഷോ ദാറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സോ ക്യൂ നമുക്കറിയാം എ ആർ റൈസ് ടു 7 ആണ്. സോ എ ആർ റൈസ് ടു 7 അതിന്റെ സ്ക്വയർ കാണും. സോ എ ആർ റൈസ് ടു 7 ഹോൾ സ്ക്വയർ. എന്താണ് പി എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് എ ആർ റൈസ് ടു 4 ഇൻറ്റു എസ് എന്ന് പറയുമ്പോൾ എന്താ എ ആർ റൈസ് ടു 10. സോ ഈ സ്ക്വയർ രണ്ടാക്കും ബാധകമാണല്ലോ. സോ എ സ്ക്വയർ ആർ റൈസ് ടു 7 ഹോൾ റൈസ് ടു 2 എന്ന് പറയുമ്പോൾ എ ആർ സ്ക്വയർ ആർ റൈസ് ടു 14. സോ ഇവിടെ എയും എ സ്ക്വയർ ആർ റൈസ് ടു എന്താണ് 4 പ്ലസ് 10 14 ആണല്ലോ. സോ എ സ്ക്വയറും ക്യാൻസൽ ആയി. സോ ആർ റൈസ് ടു 14 ഈക്വൽ ടു ആർ റൈസ് ടു 14. ആർ റൈസ് ടു 14 ഈക്വൽ ടു എന്ത് കിട്ടി? ആർ റൈസ് ടു 14 കിട്ടി. സോ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ? ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ് ആണ് നമുക്ക് ഓൾറെഡി കിട്ടിയല്ലോ. സോ ഹെൻസ് പ്രൂവ്. എന്താണ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ് ആണ് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്ത്? ഒന്നുമില്ല, നമുക്ക് ജനറൽ ഇക്വേഷൻ അറിയാം. എ എൻ ഈക്വൽ ടു എ ആർ റൈസ് ടു എൻ മൈനസ് 1 എന്നുള്ള ജനറൽ ടേം കാണാനുള്ള ഇക്വേഷൻ അറിയായിരുന്നു. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാ? A5 P ആന്ന് തന്നിട്ടുണ്ട്, A8 Q ആണെന്നുണ്ട്, A11 S ആണ് തന്നിട്ടുണ്ട്. സോ A5 എന്താ നമുക്ക് കാണാൻ അറിയാം? എ ആർ റൈസ് ടു 4 ആണ്. Q എന്ന് പറയുമ്പോൾ എ ആർ റൈസ് ടു 7 ആണ്. S പറയുമ്പോൾ എ ആർ റൈസ് ടു 8 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ് നമ്മൾ ഷോ ദാറ്റ് അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്. സോ ക്യൂ സ്ക്വയർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പിയും എസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എൽ എച്ച് എസും ആർ എച്ച് എസും സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നടാ? ലാസ്റ്റ് രണ്ടും ഈക്വൽ, എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആണ് കിട്ടുന്നുണ്ട്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുള്ളത് the fourth term of GP is square of its second term. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഫോർത്ത് ടേം ഓഫ് ജി പി പറയുമ്പോൾ A4. A4 എന്ന് പറയുമ്പോൾ എന്താ? സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ ആണ്. ആൻഡ് ദ ഫസ്റ്റ് ടേം ഈസ് -3. ദാറ്റ് ഈസ് A ഈക്വൽ ടു -3. ദെൻ ഡിറ്റർമൈൻ ഇറ്റ്സ് സെവൻത്ത് ടേം. നമുക്ക് കാണാനുള്ളത് A7 ആണ്. ഓക്കെ, സോ എന്താണ് A4 എന്ന് പറയുമ്പോൾ? A4 എന്ന് പറയുമ്പോൾ എ ആർ ക്യൂബ് അല്ലേ? എ ആർ റൈസ് ടു n മൈനസ് 1. സോ എ ആർ ക്യൂബ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? എ ആർ അല്ലേ? എ എൻ ഈക്വൽ ടു എ ആർ റൈസ് ടു n മൈനസ് 1. സോ A4 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? 3. എ ആർ സ്ക്വയർ A2 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? എ ആർ റൈസ് ടു 2 മൈനസ് 1 ദാറ്റ് ഈസ് എ ആർ. ഈ എ ആറിന്റെ എന്ത്? സ്ക്വയർ. സോ നമുക്ക് ഇത് എന്ത് ചെയ്താൽ പറ്റൂടാ? എ ആർ ക്യൂബ് ഈക്വൽ ടു എ സ്ക്വയർ ആർ സ്ക്വയർ എന്ന് എഴുതാം. സോ ഇതെന്താ ഇവിടെ? ആർ ക്യൂബ് ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബൈ എ. എങ്ങനെയായി? ഈ ആർ സ്ക്വയറിനെ ഇങ്ങോട്ട് എടുത്തു, എനെ ഇങ്ങോട്ട് എടുത്തു. സോ ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താവും? ആർ ഈക്വൽ ടു ഇ. സോ എ ആറിന് എന്ത് തന്നിട്ടുണ്ട്? -3 ആണ് തന്നിട്ടുണ്ട്. സോ ആർ എന്തായിരിക്കും? -3 ആയിരിക്കും, കാരണം ആർ ഈക്വൽ ടു എ നമുക്ക് ഇവിടുന്ന് കിട്ടി. സോ എ ആർ ക്യൂബ് എന്താണ് ക്വസ്റ്റ്യൻ? ഫോർത്ത് ടേം ഓഫ് ദി ജി പി എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് ദി സെക്കൻഡ് ടേം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ A4 ഈക്വൽ ടു A2 ഹോൾ സ്ക്വയർ. A4 എന്താ നമുക്കറിയാം? എ ആർ ക്യൂബ് ആണ് നമുക്കറിയാം. A2 എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം? എ ആർ ആണ് നമുക്കറിയാം. സോ എ ആർ ക്യൂബ് ഈക്വൽ ടു സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ. സോ എ സ്ക്വയർ ആർ സ്ക്വയർ. ആറിനെല്ലാം ഒരു സൈഡിലോട്ട് കൊടുന്നു, എന്നെല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടു. സോ നമുക്ക് എന്ത് കിട്ടിയടാ? ആർ ഈക്വൽ ടു എ എന്ന് കിട്ടി. സോ എ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ നിന്ന് -3, ദെൻ ആറും എന്തായിരിക്കും? -3 ആയിരിക്കും. ഇനി നമുക്ക് A7 കാണാൻ സുഖമാണല്ലോ. A7 എന്ന് പറഞ്ഞാൽ എന്താ? എ ആർ റൈസ് ടു 7 മൈനസ് 1 ദാറ്റ് ഈസ് എ ആർ റൈസ് ടു 6. ദാറ്റ് ഈസ് എ ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് -3 ആണ്. ആറും നമുക്ക് കിട്ടി എന്താണ്? -3 ഹോൾ റൈസ് ടു 6. സോ എന്താ ഇവിടെ? -3 എന്താ വരിക? 3 3s are 9 9 3s are 27 27 3s are 81 81 3s are 243 243 3s are എന്ത് കിട്ടണം? 729. then 729 3s are 2187. so 2187 into -3. കാരണം എന്താ? ഈ -3ന്റെ പവർ എന്താടാ? ഒരു ഈവൻ നമ്പർ അല്ലേ വന്ന്. സോ നെഗറ്റീവ് ഒരു ആൻസറിൽ ഇല്ല. ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും. സോ 2187 into 3. സോ 2187 into 3 എന്താ വരിക? 7 3s are 21 2 8 3s are 24 26
5 6 6 5 മൈനസ് 6 5 6 1 എന്താണ് എന്ത് വരിക ഏഴാമത്തെ ടേം വരിക. സോ നമ്മുടെ കാണാൻ പറഞ്ഞ ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ എന്താണ് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ ആ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എയും തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ 6 കണ്ടെത്തുന്നു. ഡയറക്റ്റ് സെവൻത്ത് ടേമിന്റെ ജനറൽ ഇക്വേഷൻ A7 ഈക്വൽ ടു AR⁶ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ നോർമൽ സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യുന്നു. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഫോർ വാട്ട് വാല്യൂ ഓഫ് എക്സ് the numbers -2/7 x -7/2 are in GP. -2/7 x -7/2 ഇവര് ജി പിയിലാവണമെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇവര് ജി പിയിലാവണമെങ്കിൽ എക്സിന്റെ വാല്യൂ ഇവര് ജി പിയിലാവണം ആവണമെങ്കിലുള്ള എന്താണ് എക്സിന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു. സോ ഇത് A1 അല്ലേ, ഇത് A2 അല്ലേ, ഇത് A3 അല്ലേ. സോ ജി പി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. ഫസ്റ്റ് ടേമിനോട് ഒരു സാധനം ഒരു സ്പെസിഫിക് സാധനം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ടേം കിട്ടുന്നു. ആ രണ്ടാമത്തെ ടേമിനോട് അതേ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു മൂന്നാമത്തെ സാധനം കിട്ടുന്നു. മൂന്നാമത്തെ സാധനത്തിനോട് അതേ കോമൺ ഒരു സാധനം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നാലാമത്തെ ടേം കിട്ടുന്നു. അങ്ങനെയാണല്ലോ നമുക്ക് ജി പി ഫോം ചെയ്യുന്നത്. സോ ഇതിലെല്ലാം എന്തുണ്ട് കോമൺ റേഷ്യോ എന്നുള്ള സാധനമുണ്ട്. R ഈക്വൽ ടു കോമൺ റേഷ്യോ എന്നുള്ള സാധനം ഉണ്ടല്ലോ. എല്ലാവരും ഓരോ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ടേംസിന് മൾട്ടിപ്പിൾ നമുക്ക് എന്ത് കിട്ടടാ ഒരു കോമൺ റേഷ്യോ കിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സോ എന്തായിരിക്കടാ A2/A1 അഡ്ജസ്റ്റന്റ് ടേം. ഈ രണ്ട് ടേമിന്റെ അടിയിലുള്ള റേഷ്യോയും ഈ രണ്ടടിയുടെ ടേമിലുള്ള റേഷ്യോയും സെയിം ആയിരിക്കൂലേ. സോ A2/A1 ഈക്വൽ ടു A3/A2 നമുക്ക് എഴുതിക്കൂടെ? പറ്റും. കാരണം ഇവരൊക്കെ എന്താണ് ജി പിയിലാക്കണം. ജി പിയിലാണെന്ന് നമ്മൾ പറഞ്ഞത്. ജി പിയിലാണെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് ചോദിച്ചത്. ജി പി എന്ന് പറഞ്ഞാൽ എന്താ ഓരോ അഡ്ജസ്റ്റന്റ് ടേമിന്റെ ഇടയിലും ഒരു കോമൺ റേഷ്യോ ഉണ്ട് എന്നാണ്. സോ A2/A1 ഇടയിലുള്ള റേഷ്യോയും A3/A2 ഇടയിലുള്ള റേഷ്യോയും എന്തായിരിക്കും സെയിം ആയിരിക്കും. സോ അതാണ് നമ്മൾ എന്ത് ചെയ്ത് A2/A1 ഈക്വൽ ടു A3/A2. എന്താണ് A2? രണ്ടാമത്തെ ടേം ഇവിടെ എക്സ് ആണ്. A1 എന്താ -2/7 ആണ്. ഇനി എഗെയിൻ A3 എന്താ A3 -7/2 ആണ്. A2 എന്താ A2 നമുക്ക് ഇവിടെ അറിയാം എക്സ് ആണ്. കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത എക്സിന്റെ വാല്യൂ കണ്ടൂടെ. നമ്മളോട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ പറഞ്ഞത്, സോറി എക്സിന്റെ വാല്യൂ കാണാനല്ലേ പറഞ്ഞത്. സോ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടൂടാ x² ഈക്വൽ ടു -7/2 ഇൻറ്റു -2/7. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാലോ. ഇയാളെ മൾട്ടിപ്ലൈ ചെയ്യുക ഈക്വൽ ടു ഇയാളെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ x² ഈക്വൽ ടു -7/2 ഇൻറ്റു 2/7. സോ 2 2 ക്യാൻസൽ ആയില്ലേ, 7 7 ക്യാൻസൽ ആയില്ലേ. x² വാല്യൂ എന്ത് കിട്ടൂടാ x² വാല്യൂ 1 കിട്ടൂലേ. സോ x ഈക്വൽ ടു +or-1 അല്ലേ. x² ഈക്വൽ ടു 1 ആണ്. x എന്തായിരിക്കടാ √1 അല്ലേ. √1 എന്താ +or-1 അല്ലേ. സോ x എന്താവാം 1 ആവാം or -1 ആവാം. സോ എക്സിന്റെ വാല്യൂ കിട്ടിയില്ലേ. സോ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എന്താണ് നമ്മുടെ ഈ സീക്വൻസ് എന്തിലാണ് ജി പിയിലാണെന്ന് പറഞ്ഞിട്ട് എക്സിന്റെ ടേം കാണാനാണ് പറഞ്ഞത്. നമ്മളിവിടെ യൂസ് ചെയ്ത കണ്ടന്റ് എന്താ യൂസ് ചെയ്ത സംഭവം എന്താ എല്ലാ ജി പിയിലാണെങ്കിൽ ഓരോ ടേംസിന്റെ ഇടയിലുള്ള റേഷ്യോ എന്തായിരിക്കും സെയിം ആയിരിക്കും. അതിനാണ് നമ്മൾ എന്താ പറയുക കോമൺ റേഷ്യോ എന്ന് വിളിക്കുന്നത് R. സോ നമ്മൾ എന്ത് ചെയ്തു A2/A1 A3/A2 എന്താണ് ഈക്വൽ ആണ്. കാരണം A2/A1 എന്ന് പറയുമ്പോൾ ഇവരുടെ ഇടയിലുള്ള റേഷ്യോ അല്ലേ കിട്ടുന്നത്. A3/A2 എന്ന് പറയുമ്പോൾ ഇവരുടെ ഇടയിലുള്ള റേഷ്യോ അല്ലേ കിട്ടുന്നത്. ഈ രണ്ടും ഈക്വൽ ആണെന്നല്ലേ ജി പിയുടെ മീനിങ്. സോ എന്താ A2/A1 ഈക്വൽ ടു A3/A2 ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സിന്റെ വാല്യൂ കണ്ടെത്തും. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു next question. How many terms of GP 3 3² 3³ need to sum 120? ഇനി GP തന്നിട്ടുണ്ട് 3 3² 3³ etc. ഇവിടുത്തെ A ആരാണ്? നമ്മളൊരു GP കിട്ടി കഴിഞ്ഞാൽ ആദ്യം Aയും R ഒന്ന് ഫൈൻഡ് ചെയ്യാം. A 3 ആണ്. R എന്താ വേറെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കോമൺ റേഷ്യോ കിട്ടുക 3. വേറെ ചെയ്യുമ്പോൾ എന്താ കോമൺ റേഷ്യോ 3. നെക്സ്റ്റ് ആണെങ്കിൽ അപ്പം എന്തായിരിക്കും 3. സോ I ഈക്വൽ ടു 3 R ഈക്വൽ ടു 3. ഹൗ മെനി ടേംസ് ഓഫ് ദി ജി പി ആർ നീഡഡ് ടു ഗീവ് ദ സം 120? എന്താണ് എസ് എൻ? ജി പിയുടെ എസ് എൻ നമ്മൾ 2 ക്ലാസ് മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താ A×R⁻1/R-1 നമ്മൾ പഠിച്ചാണ്. സം ഓഫ് ജി പി എന്താണ് A×R⁻n-1/R-1. ആ സം ആണ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത് സം ഈസ് 120.
ഇതാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത് 120 ആണെന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? സോ ഇനി നോക്കിയാലോ, SN 120 നമുക്ക് തന്നിട്ടുണ്ട്. സോ എയും ആറൊക്കെ നമുക്കറിയാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3 × 3⁻n−1 ഡിവൈഡഡ് ബൈ 3 - 1 ആണല്ലോ. സോ ഇനി 120 = 3 × 3⁻n−1 ഡിവൈഡഡ് ബൈ 2. ഈ 2നെ ഇങ്ങോട്ട് നമ്മളിവിടെ എന്താ കണ്ടെത്തേണ്ടത്? n ആണല്ലോ കണ്ടെത്തേണ്ടത്. ഹൗ മെനി ടേംസ്, എത്ര ടേംസ് എടുക്കണം ഇത് ഈ GP യിൽ നിന്ന് എന്തിന്? അതിന്റെ സമ്മ് 120 കിട്ടാനുള്ള ക്വസ്റ്റ്യൻ. സോ നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ n ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഈ 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ബാക്കി ഇവിടെ എഴുതുന്നുണ്ടാ. 240 = 3 × 3⁻n−1 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ 240/3 = 3⁻n−1. സോ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? 80 അല്ലേ കിട്ടുക? 80 × 3 അല്ലേ 240. സോ 80 = 3⁻n−1. ഈ -1നെ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് 81 = 3⁻n. എന്നിന്റെ എത്രാമത്തെ പവറോടെ 81 വരുന്നത്? 3 3s are 9, 9 3s are 27, 27 3s are 81. 3ന്റെ 4th മൾട്ടിപ്പിൾ ആണ് എന്ത് വരുന്നത്? 3⁴ ആണ് എന്ത്? 81 കിട്ടുന്നത്. സോ n = എന്ത് കിട്ടിയാൽ നമുക്ക്? 4 കിട്ടി. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാവും? ഈ GP യിൽ നിന്ന് 4 ടേംസ് എടുക്കുന്ന സമയത്ത് 4 ടേംസ് എടുത്തിട്ട് ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൻസർ 120 കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ എന്താ ചെയ്ത്? സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്, സമ്മിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിൽ നമുക്ക് കാണാനുള്ളത് എന്താ? എന്നിന്റെ വാല്യൂ ആണ് കാണാനുള്ളത്. സിംപ്ലിഫൈ ചെയ്യുന്നു, എന്നിന്റെ വാല്യൂ നമുക്ക് ഇവിടെ 4 കിട്ടി. സോ ഈ GP യിൽ നിന്ന് 4 ടേംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സം = 120 കിട്ടും. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മൾ GP യിൽ സീക്വൻസ് ആൻഡ് സീരീസിലെ GM-ഉം GP ഒക്കെ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. സോ ഇത് നോട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.